ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിൻ്റെ പാർട്ട് 5 വീഡിയോ ആണിത്. ഈ ഒരു പാർട്ടിലും നമ്മൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. 6ഉം 7ഉം പാർട്ടുകൾ കാണാനായിട്ട് ചാൻസ് ഉണ്ട്. കുറച്ചായിട്ട് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഒത്തിരി ലെങ്തി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ നോക്കാം. ദ ഫ്ലെയിം ഓഫ് പ്രൊട്ടസ്റ്റ് ഓഫ് നാഷണൽ കോൺഷ്യസ്നസ്, ദേശീയ ബോധത്തിൻ്റെ ജ്വാല എന്നാണ് ആ ഒരു ഹെഡിങ്ങിൻ്റെ അർത്ഥം. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, അംഷി നാരായണ പിള്ളയുടെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്തുവാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, ഇതെന്താണെന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം. ഈ വരികൾ എന്താണ്, സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു സമയത്ത്, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് പാടാൻ വേണ്ടിയിട്ട് അംഷി നാരായണ പിള്ള എഴുതിയതാണ്. കണ്ടോ, ദീസ് ആർ ദ ലൈൻസ് റിട്ടൺ ബൈ അംഷി നാരായണ പിള്ള ടു ബി സങ് ഇൻ എ പ്രൊസഷൻ ഹെൽഡ് ആസ് പാർട്ട് ഓഫ് ദ സോൾട്ട് സത്യാഗ്രഹ ഇൻ 1930. 1930 അല്ലേ, 1930 ഒരു ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഘോഷയാത്രയിൽ ആലപിക്കാനായിട്ട് അംഷി നാരായണ പിള്ള രചിച്ച വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ഓഫ് ദ സത്യാഗ്രഹ ഫ്രം ദീസ് ലൈൻസ്? ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് സത്യാഗ്രഹത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? The Satyagrahis marched towards the Payanur beach in a procession, singing songs and shouting slogans. സത്യാഗ്രഹികൾ രാജഗീതങ്ങൾ പാടിയും അതുപോലെ തന്നെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുമൊക്കെ ഘോഷയാത്രയായിട്ട് പയ്യന്നൂർ കടൽ തീരത്തേക്കാണ് നടന്നു നീങ്ങിയത്. Thousands of people welcomed them along the way. വഴിയിലുടനീളം ആയിരക്കണക്കിന് ആളുകൾ അവരെ ഉത്സാഹത്തോടെ സ്വീകരിച്ചു. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ എനർജറ്റിക് ദ നാഷണൽ മൂവ്മെൻറ്റ് വാസ് ഇൻ കേരള. ഇതിലൂടെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം എത്രത്തോളം ഉണർവോടും ആവേശത്തോടും കൂടിയുള്ളതായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Let us examine how the national movement in Malabar, Kochi and Travancore grew in Kerala. മലബാറിലെയും കൊച്ചിയിലെയും തിരുവിതാംകൂർ, അതായത് ട്രവാൻകൂറിലെയും നാഷണൽ മൂവ്മെൻറ്റ്സ്, ദേശീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ വളർന്നു എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്കിനി അങ്ങോട്ട് പഠിക്കാം. ആദ്യം നമുക്ക് മലബാറിൻ്റെ കാര്യമാണ് നോക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, മലബാറിൻ്റെ കാര്യമാണ് നോക്കാനുള്ളത്. നമുക്ക് നോക്കിയാലോ മലബാറിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ മലബാർ കലാപത്തെ പറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത്. മലബാർ കലാപം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കാണുമല്ലോ. പറയാം. ദ നാഷണൽ മൂവ്മെൻറ്റ് വാസ് മോർ ആക്റ്റീവ് ഇൻ മലബാർ ദാൻ ഇൻ അതർ പാർട്സ് ഓഫ് കേരള. കേരളത്തിലെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലബാറിലായിരുന്നു നമ്മുടെ ദേശീയ പ്രസ്ഥാനം കൂടുതലും ആക്റ്റീവായിട്ട് നടന്നത്. The formation of the Malabar District Congress Committee and the activities of the Home Rule League propelled the national movement forward. അതായത് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആ ഒരു രൂപീകരണവും ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നാഷണൽ മൂവ്മെൻറ്റിനെ കൂടുതലും പ്രചോദനമായി അല്ലെങ്കിൽ കൂടുതലും ശക്തിയേറിയതാക്കാനായിട്ട് സഹായിച്ചു. The Caliphate and non-cooperation movement received strong support throughout മലബാർ. മലബാറിൽ ആകമാനം തന്നെ ഖാലിഫത്ത്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഇതൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നേടിയെടുത്തത്. ആസ് എ പാർട്ട് ഓഫ് ദ സ്ട്രഗിൾ, ഇതിൻ്റെ ഭാഗമായിട്ട് പീപ്പിൾ ബോയ്ക്കോട്ടഡ് ഫോറിൻ മെയ്ഡ് ഗുഡ്സ്, കോഡ്സ്, സ്കൂൾസ് ആൻഡ് അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ വിദേശ വസ്ത്രങ്ങൾ, സാധനങ്ങളൊക്കെ അവർ ബോയ്ക്കോട്ട് ചെയ്തു. ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവരത് വേണ്ടാന്ന് വെച്ചു. അതുപോലെ തന്നെ കോടതികൾ, സ്കൂളുകൾ, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു, ബോയ്ക്കോട്ട് ചെയ്തു. ഒന്നും വേണ്ടെന്നുള്ളത് തീരുമാനിച്ചു.
ദ സ്ട്രൈക്ക് വിറ്റ്നസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ആൻഡ് സ്റ്റുഡൻറ്. ഈ ഒരു സ്ട്രൈക്കിൽ വുമൺസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും നല്ല പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം കാണാനായിട്ട് സാധിക്കും. ദ പ്രൊമിനന്റ് ലീഡർ ഡ്യൂറിംഗ് ദ ടൈം വേർ സി കുഞ്ഞിരാമ മേനോൻ, കെ കേളപ്പൻ, യു ഗോപാല മേനോൻ, കെ പി കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി ആൻഡ് മൊയ്യാരത്ത് ശങ്കരൻ. ഈ ഒരു സമരത്തിലെ പ്രധാന ലീഡേഴ്സ് നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. പേര് നിങ്ങൾ നോക്കി വെക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ദ സോൾട്ട് സത്യാഗ്രഹ ഗ്യാതേർഡ് മൊമെന്റം ഓൾ ഓവർ ഇന്ത്യ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി ആസ് എ പാർട്ട് ഓഫ് ദ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ഇറ്റ്സ് ഇമ്പാക്റ്റ് വാസ് ഓൾസോ ഫെൽറ്റ് ഇൻ കേരള. അതായത് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആ ഒരു അവസാനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ വലിയൊരു ലീഡറായിട്ടുള്ള ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഭവം നടക്കുമ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പ്രതിഫലനം നമ്മുടെ സ്ഥലത്തും വരും. അത് തന്നെ കേരളത്തിലും ഉണ്ടായി. ദ സെൻറ്റർ ഓഫ് സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള വാസ് പയ്യന്നൂർ ഇൻ മലബാർ. മലബാറിലെ പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. ഈ സത്യാഗ്രഹം ഇവിടെ നടത്തിയത് കെ കേളപ്പനാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തൊരു പോർഷനിലേക്ക് വരുമ്പം സത്യാഗ്രഹീസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് കേരള റീച്ച്ഡ് ദ ബീച്ച് അറ്റ് പയ്യന്നൂർ ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇറ്റ്. അതായത് സത്യാഗ്രഹികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവർ പയ്യന്നൂരിലെ ആ ഒരു കടൽ തീരത്തെത്തുകയും ഇതിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. ഓൾസോ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ദ സത്യാഗ്രഹീസ് വയലേറ്റഡ് ദ ലോ ആൻഡ് മെയ്ഡ് സോൾട്ട് ഓൺ ദ ബീച്ച് അറ്റ് കോഴിക്കോട്. കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് അവർ ഉപ്പ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമം ലംഘിച്ച് ഉപ്പ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരുടെ ലീഡർഷിപ്പിലാണ്, ആരുടെ നേതൃത്വത്തിലാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിലാണ്. The people who gathered there had to suffer the brutal trashing of the police. പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളൊക്കെ പക്ഷെ അവിടെ കൂടിയവർക്ക് ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. The boycott of foreign clothes, picketing of liquor shops and ഖാദി campaign were all part of the struggle. ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് അവർ ഫോറിൻ ക്ലോത്ത്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്തു. അതായത് വിദേശ വസ്ത്രങ്ങളൊക്കെ അവരെന്താ ബോയ്ക്കോട്ട് ചെയ്തു. അതുപോലെ തന്നെ പിക്കറ്റിംഗ് ഓഫ് ലിക്വർ, അതായത് ലിക്വർ ഷോപ്പ് ഒക്കെ ഇല്ലേ, മദ്യത്തിന്റെ കടകൾ, അതൊക്കെ അടച്ചു പൂട്ടിച്ചു. ഖാദി ക്യാമ്പയിൻ തുടങ്ങി അല്ലെ, ഖാദി ക്യാമ്പയിൻ തുടങ്ങി. ഇതൊക്കെയാണ് അവർ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ചില വേർഡ്സിൻ്റെ മീനിങ്സ് ജസ്റ്റ് ഒന്ന് നോക്കാം. ബോയ്ക്കോട്ട് ചെയ്യുക, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ബോയ്ക്കോട്ട് ചെയ്യുക, അറിയാവോ എന്തുവാന്ന്? ബോയ്ക്കോട്ട് ചെയ്യുക അറിയാവോ? എന്താണ് ബോയ്ക്കോട്ട് ചെയ്യുക? നിങ്ങളിത് കമൻറ്റ് ചെയ്യുക. ഒരു സംഭവം കമൻറ്റ് ചെയ്യാൻ തരാം, ബോയ്ക്കോട്ട്, അതിൻ്റെ മീനിങ് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി നോക്കിക്കേ, പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തമാണ്, ലീഡർഷിപ്പ് നേതൃത്വമാണ്, പിന്നെന്താ ഇതിനകത്തുള്ളത്? പ്രത്യേകിച്ച് അങ്ങനെ പാടുള്ള വാക്കൊന്നും ഇല്ല. ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, മലബാർ സത്യാഗ്രഹത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഗാന്ധിജി ഇൻ കേരള. In 1920, Gandhiji and Maulana Shaukat Ali arrived at Kozhikode to promote the non-cooperation Caliphate movement. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടിലെത്തി. എന്തിനു വേണ്ടിയാണ്? നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെയും ഖാലിഫത്ത് മൂവ്മെൻറ്റിൻ്റെയും രണ്ടിൻ്റെയും പ്രൊമോഷന് വേണ്ടിയിട്ട്, പ്രചാരണത്തിന് വേണ്ടിയിട്ട്. ദിസ് വാസ് ഗാന്ധിജീസ് ഫസ്റ്റ് വിസിറ്റ് ടു കേരള. കേരളത്തിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സന്ദർശനമായിരുന്നു ഇതെന്ന് പറയുന്നത്. When the leadership urged that Indians, though of different religions, are children of the same motherland, that our joys and sorrows are one, and that the problems are one, the people embraced it with enthusiasm. അതായത് എന്താ, ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ പല ജാതി മതത്തിൽപ്പെട്ടവരായിരിക്കും, എന്നാലും അവരെല്ലാം എന്താണ്, ഒരു മാതൃരാജ്യത്തിൻ്റെ, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലെ മക്കളാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സന്തോഷങ്ങളും വിഷമവും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പം നിൻ്റെ പ്രോബ്ലം എൻ്റെ പ്രോബ്ലം എന്നൊന്നുമില്ല, എല്ലാവരുടെയുമാണത്, എല്ലാ പ്രോബ്ലവും ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാരതിനെ വളരെ ഉത്സാഹത്തോടെയാണ് ഏറ്റെടുത്തത്.
അതാണ് ഗാന്ധിജി ഇൻ കേരള എന്ന് പറയുന്ന പോർഷനിൽ പറയുന്നത്. ഇത്രയും മനസ്സിലായോ? അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ നോക്കി. നമുക്ക് അടുത്തതിലേക്ക് പോകാം. മലബാർ റെബല്യൻ, മലബാർ കലാപം നോക്കാം. The Malabar Rebellion was an anti-British and anti-landlord movement in Malabar. When the tenant movement, which was already active in Malabar, was merged with the non-cooperation and Caliphate movements, it evolved into the Malabar Rebellion. In 1921, the rebellion spread to the taluks of Ernaട്, Valluvanad and Ponnani. Many people, including landlords, government officials, and rebellious peasants, lost their lives. The British government suppressed the rebellion using the Malabar Special Police and the army. Prominent among those who led the Malabar Rebellion were Ali Musallyar, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി and M.B. നാരായണ മേനോൻ. പിക്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? മലബാറിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധവും ഭൂ ഉടമസ്ഥർക്ക്, അതായത് ജന്മിമാർക്ക് വിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു മലബാർ കലാപം. മലബാറിൽ നേരത്തെ സജീവമായിരുന്ന കുടിയാന്മാർ അല്ലെങ്കിൽ ടെനന്റ് എന്ന് പറയുന്ന ആ ഒരു ആൾക്കാരുടെ പ്രസ്ഥാനവും സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒന്നിച്ചു ചേർന്നപ്പോഴാണ് ഈ ഒരു മലബാർ കലാപം രൂപം കൊണ്ടത്. 1921 ഈ കലാപം ഏർനാട്, വള്ളുവനാട്, പൊന്നാനി എന്നീ താലൂക്കുകളിലൊക്കെ വ്യാപിച്ചു. ഭൂ ഉടമസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും പിന്നെ കലാപത്തിൽ പങ്കെടുത്ത കർഷകരും ഒക്കെ അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷ് സർക്കാർ മലബാർ സ്പെഷ്യൽ പോലീസിനെ, സൈന്യത്തെയൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു കലാപത്തെ നിഷ്ഠൂരമായിട്ട് അടിച്ചമർത്തിയത്. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രമുഖരിൽ അലി മുസല്യാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, M.B. നാരായണ മേനോൻ എന്നിവർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ് അവിടെ പറയുന്നത് മലബാർ റെബല്യനകത്ത്. ഇനി നമുക്ക് എന്താ നോക്കാനുള്ളത്? വാഗൺ മസാക്കർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. സൈഡ് ബോക്സിനകത്താണെങ്കിൽ പോലും ഇതുമായിട്ട് മലബാർ റെബല്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നൊരു കാര്യമാണ് വാഗൺ മസാക്കർ എന്ന് പറയുന്നത്. അതും നമുക്ക് നോക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്കത് നോക്കിയാലോ? വാഗൺ മസാക്കർ. അപ്പം ഒത്തിരി ഒന്നും അതിനകത്ത് പറയുന്നില്ല. ആദ്യം തന്നെ നമുക്ക് വായിച്ച് നോക്കാം. വായിച്ച് നോക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ.